ഇമോഷണലായി. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പടം ചെയ്തിട്ട് എല്ലാവരും പ്രൊസേഷൻ കിട്ടിയിട്ടില്ല. അത് ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പോൾ അതില്ലാതെ കുറച്ചാലും വെയിറ്റ് ചെയ്യാറുണ്ട്. പ്രൊസേഷൻ വരാതെ നല്ല ക്യാരക്ടർ ഇതെനിക്ക് അത് ഞാൻ കവിതയുടെ ആവശ്യമില്ല. അവർ എല്ലാ പടത്തിലും നല്ല പെർഫോമൻസ് എല്ലാവരും സ്പേസ് കിട്ടി തന്നെ വലിയായിരുന്നു. അല്ല, അത് കണ്ണു നിറഞ്ഞെന്നൊക്കെ പറയണ്ടേ ഇറങ്ങി വരുമ്പോൾ? അതുപോലത്തെ നല്ല ചെറിയ സിനിമകൾ സപ്പോർട്ടില്ലാതെ ഒരു ആഗ്രഹമുണ്ട്. കാരണം വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ സിനിമകളുണ്ടല്ലോ ഇപ്പോൾ. പക്ഷെ ഇതുപോലെ അത്രയും പക്ക ഫാമിലി മൂവ അത് അങ്ങനെ മിസ്സായി പോരുത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം. ഒരു സ്പോർട്സ് ബേസ്ഡ് മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മാത്യു, അനിക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇമോഷണൽ എങ്ങനെ വർക്ക് ആയോ? ആണോ? അടിപൊളിയാണ്. കപ്പ എങ്ങനെ കപ്പടിക്കൂ? മത്യൂസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല കാസ്റ്റിംഗ്, എല്ലാവരും നന്നായി. പുതിയ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒരു വളരെ അങ്ങനെ മോശം എന്ന് പറയാൻ യൂത്തിനാണ് ഫാമിലി കടച്ചോടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ആൻഡ് എല്ലാം ഇങ്ങനെ ആ ഒരു +1 +2 പിള്ളേരുടെ ഒക്കെ ഒരു കാണിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയുടെ ഒരു ബോണ്ട്, ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഒരു ഫീലിങ്സ്, ഇമോഷണൽ നല്ല പടമാണ്. അടിപൊളി പടം. ഫാമിലിയായിട്ട് കണ്ട് അടിപൊളിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട മാത്യൂസ് ചെയ്ത റോളായാലും അതിൻ്റെ മാത്യൂസിൻ്റെ കൂടെ കൂട്ടുകാരൻ അഭിനയിച്ച കാർത്തിക്, അതുപോലെ നമ്മുടെ ബേസിൽ, പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ താരങ്ങളുണ്ട്. എന്തായാലും കുടുംബത്തോട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ബാഡ്മിൻ്റനാണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം. ഇടുക്കിയിലെ ഒരു കാര്യങ്ങളാണ് കഥ പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയ പടമാണ്, എന്നിരുന്നാൽ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു തവണ കാണാൻ പറ്റുന്ന പടമാണ്. എന്തായാലും നല്ലൊരു പടമാണ്, ഇഷ്ടപ്പെട്ടു. മനോഹരമായിട്ടുള്ളൊരു സ്പോർട്സ് ഡ്രാമയാണ് നമ്മുടെ നാട്ടിൽ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്യുവിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. പ്രോമിസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സിനിമ പോയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാരുടെ കഷ്ടപ്പാട് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം. ഒരു സമയത്ത് പോലും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ രസമായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു മൂവി കഴിഞ്ഞു, പിന്നെ മുരളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം. ഇതേപോലൊരു സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, ഒരുപാട് ഇഷ്ടമായി. ഞാനിതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ബാക്കിയുള്ളവർ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. എന്തായാലും നല്ലൊരു മൂവി എല്ലാവരും തിയേറ്ററിൽ കാണാം. അപ്പം നിങ്ങളൊക്കെ കൂടെ അഭിപ്രായം പറയുക കണ്ടിട്ട്. കുട്ടികൾക്ക് ഇപ്പോൾ വളർന്ന കുട്ടികൾക്കും അമ്മമാർക്കും കുടുംബങ്ങളും ഫ്രണ്ട്സിനും എല്ലാവരും കാണാൻ പറ്റുന്ന എല്ലാവർക്കും നല്ലൊരു പടം. കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഇതല്ലേ ഒന്നും പറ്റില്ല. ചേട്ടാ എങ്ങനെയായിരുന്നു ചേച്ചി പടം? എങ്ങനെയായിരുന്നു പടം? ചേട്ടാ എങ്ങനെയായിരുന്നു പടം? എങ്ങനെയായിരുന്നു പടം?